ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പൊരി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ 100 ഗ്രാം പൊരിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ സൈസ് പൊരിയാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് എള്ളാണ്. 25 ഗ്രാം എള്ളാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത്. നമുക്ക് ഇത് മുഴുവനായിട്ടും വേണ്ടി വരില്ല, നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഇത് രണ്ടും കൂടിയും ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് പൊരി വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ കത്തിച്ചതിന് ശേഷം ചട്ടി ചൂടായി വരുമ്പോൾ പൊരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു തവി കൊണ്ട് പതുക്കെ കരിയാതെ നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കുക. ഗോൾഡൻ നിറത്തിൽ ആകുന്നത് വരെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. പൊരി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കൈയെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എള്ള് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മൾ മാറ്റിവെച്ച 25 ഗ്രാം എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ കൈയെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ചട്ടി നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഒരു 30 സെക്കൻഡ് നമുക്ക് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇത് തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. ശർക്കര നന്നായി തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര എല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊരി മറ്റൊരു വലിയ പാത്രത്തിലോട്ടിട്ട് കൈ കൊണ്ട് നല്ലവണ്ണം ഞെരിച്ചെടുക്കുക. അതൊന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിലാകുമ്പോൾ നല്ലവണ്ണം പൊടിയാകും, അതുകൊണ്ട് തന്നെയാണ്. നല്ലവണ്ണം പൊടിയാകേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടിയാൽ മതി. നമ്മൾ നേരത്തെ ഉരുക്കിയ ശർക്കര വെള്ളം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് തിളച്ച് വരുമ്പോൾ ഒരു 2 മുറി തേങ്ങ ചിരകിയത് ഇതേപോലെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കരയിലെ ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ശർക്കരയിലെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച പൊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കാതെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല രുചിയോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടും. അവസാനമായി ഇതിലേക്ക് ആദ്യം വറുത്ത് വെച്ച എള്ള് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. വീഡിയോ കണ്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ മാവ് തയ്യാറാക്കാനുണ്ട്. 1 ഗ്ലാസ് പച്ചരി രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പരുവത്തിൽ ആയെടുത്താൽ മതി. ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്, നല്ല ലൂസാകാൻ പാടില്ല. മിക്സ് ചെയ്ത് വെച്ചത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് എല്ലാം മാറ്റിയെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മാവിൽ മുക്കിക്കൊണ്ട് ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച്
എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ ഓരോ ബോളുകളും എടുത്ത് ഇതേപോലെ മാവിൽ മുക്കി വറുത്ത് കോരിയെടുക്കാം. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതൽ നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ പലഹാരം? നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഭയങ്കര രുചിയാണ് ഇതിന്. ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ആയിരിക്കും. ഏതായാലും വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക.